കുറേ ദിവസമായി എല്ലാവരും എപ്പോഴാ റിസൾട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്നത്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് ഇന്ന് അറിയാൻ പറ്റും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞവരൊക്കെ വേഗം വീഡിയോ ലൈക്ക് ചെയ്തോളി. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. 4 വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. പക്ഷേ അതിൽ കൂടുതലും വീഡിയോസ് കാണാതെ നേരെ ലിങ്ക് കയറി വന്നിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമോ എന്നൊക്കെയുള്ള റിക്വസ്റ്റും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കണ്ടിട്ട് വീഡിയോൻ്റെ ടൈറ്റിൽ നോക്കിയിട്ട് നേരെ ആൻസർ ചെയ്ത ആൾക്കാരുണ്ട്. അത് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വീഡിയോൻ്റെ കേസ് വരികയാണെങ്കിൽ ഏറ്റവും കുറവ് ആൾക്കാർ പങ്കെടുത്ത വീഡിയോ സെക്കൻഡ് വീഡിയോ ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോ അതായിരുന്നു, അതുകൊണ്ടാവാം. സെക്കൻഡ് വീഡിയോൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞത് ഏപ്രിൽ 18 അപ്പോൾ ഏപ്രിൽ 17 വരെ എനിക്ക് വന്ന ആൻസേഴ്സ് ആകെ 5 ആൾക്കാരായിരുന്നു. അപ്പോൾ ഏപ്രിൽ 18 വരെ ആ ഒരു 5 ആൾക്കാരാണെങ്കിൽ ഞാൻ കരുതി ആ 5 ആൾക്കാർക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു. പക്ഷേ 18-ന് കുറച്ചുകൂടി ആൾക്കാർ അതിൽ പങ്കെടുത്തു. പിന്നെ തേർഡ് വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും കുറച്ച് ആൾക്കാർ പങ്കെടുത്തു. അതിൽ പറഞ്ഞ എല്ലാ ആൻസേഴ്സും കറക്റ്റായിരുന്നു. ഫോർത്ത് വീഡിയോൻ്റെ കേസ് വരികയാണെങ്കിൽ ഫോർത്ത് വീഡിയോയിൽ ഞാൻ കോഡായിരുന്നു വെച്ചിരുന്നത്. അതിൽ ഞാൻ പ്രത്യേകം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് 4 സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഞാൻ കോഡ് പറയാം. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിൽ 3 സ്ഥലങ്ങളിലെ കോഡ് മാത്രമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ, അഥവാ 3 സെറ്റ് കോഡ് മാത്രമേ അയച്ചു തന്നിട്ടുള്ളൂ. 4 സെറ്റ് അയച്ചു തന്ന എല്ലാവരുടെ പേരും ഞാൻ എഴുതുന്നുണ്ട്. അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനിപ്പം കോഡ് ഇങ്ങനെ വോയിസിൽ പറയുമ്പോൾ കേൾക്കുന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഞാൻ ബി പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് കേൾക്കും. ആ ഒരു മിസ്റ്റേക്ക് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. അവരുടെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. 4 സെറ്റ് അയച്ചാണ് എല്ലാവരുടെ പേരും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 വീഡിയോസിലും പങ്കെടുത്തിട്ട് 4ലും കറക്റ്റ് ആൻസർ വരുന്ന ആൾക്കാരുടെ എണ്ണം ആകെ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് അതിൽ 4 ആൾക്കാർ മാത്രമാണ് 4 വീഡിയോസിലും പങ്കെടുത്ത് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ 4 പേർക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കും. അഥവാ ഈ ഒരു ലോട്ടിട്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അവരുടെ പേര് വന്നിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. അപ്പം ആദ്യം വരുന്നത് ഈ ഒരു ഹൈലൈറ്റർ ആണ്. നല്ല ഒരു ബോട്ടിൽ ഷേപ്പിലുള്ള ഒരു ഹൈലൈറ്റർ ആണ്. ഇതിൻ്റെ ടോപ്പിൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല കളേഴ്സാണ് വരുന്നത്, നല്ല പേസ്റ്റൽ കളേഴ്സാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ. അപ്പം 4 പേർക്കും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അവർക്ക് തന്നെ ഈ ഒരു നോട്ട്ബുക്കാണ്. ഈ ബുക്ക് നമുക്ക് ജേർണലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല പേജ്, നല്ല ക്വാളിറ്റി ഉള്ള പേജാണ്, നല്ലൊരു ക്യൂട്ട് ബുക്കാണ്. അടുത്ത് വരുന്നത് കുറച്ച് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ മൂന്നെണ്ണം ആയിരിക്കും ഓരോരുത്തർക്കും കിട്ടുക. ഹൈലൈറ്റർ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ്. 4 വീഡിയോസിലും പങ്കെടുത്ത ആൾക്കാർക്ക് അഥവാ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ 4 ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് ഈ ഒരു സൂപ്പർ ക്ലേയിൻ്റെ സെറ്റാണ്. 4 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്കുള്ളത് കീ ചെയിനാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു കീ ചെയിനാണ്. ആ കീ ചെയിനിൽ അവരുടെ പേരൊക്കെ വരും. പിന്നെ ഇവർക്കുള്ളത് സ്റ്റിക്കേഴ്സാണ്. ഇനി ആരാണ് വിന്നേഴ്സ് എന്ന് അറിയാനുള്ള ടൈമാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവരുടെ പേര് ഇതേപോലെ പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ വീഡിയോസിൻ്റെ ആൻസർ പറഞ്ഞ ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ആൻസർ പറഞ്ഞ ആൾക്കാരുടെ പേരൊക്കെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആരായിരിക്കും ആ ലക്കി പേഴ്സൺ? നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ദിയ ഫാത്തിമ, ആലപ്പുഴ. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ കൊടുത്ത നമ്പറാണോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി എന്താണോ കൊടുത്തത് അത് എനിക്ക് അയക്കണം. കാരണം നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇൻസ്റ്റ ഐ ഡി വഴി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ടാവും, അതുവഴി കോണ്ടാക്ട് ചെയ്താൽ മതി. 2 ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ നമ്മൾ വിന്നേഴ്സിനെ മാറ്റി സെലക്ട് ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. അതിൽ കറക്റ്റ് ആൻസർ എല്ലാവരുടെ പേരും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആരായിരിക്കും വിന്നർ എന്ന് നോക്കാം. ആരായിരിക്കും? ലക്ഷ്മി പ്രിയ കോട്ടയം.
അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനി 3rd വീഡിയോ, എല്ലാവരും തന്നെ എൻജോയ്ക്ക് ഇടിക്കുന്നുണ്ട്. എൻ്റെ പേരുണ്ടാവോ എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം ആരാണെന്ന്. ഈഷ്ണ കോഴിക്കോട്, കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് 4ാമത്തെ വീഡിയോ, ലാസ്റ്റ് വീഡിയോ ആണ്, നോക്കാം. മലാല കോഴിക്കോട്, വീണ്ടും കോഴിക്കോട്, 2 കോഴിക്കോട് വന്നല്ലോ. അപ്പോൾ വിന്നേഴ്സ് എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുള്ള മെയിൽ ഐ ഡി വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി വഴിയോ എന്നെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കണം കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 വീഡിയോസിന് കറക്റ്റ് ആൻസർ വരുന്ന ആൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിലൊരാൾ ദിയ ഫാത്തിമ ആയിരുന്നു, ആൾക്ക് ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 പേര് ആരൊക്കെയാന്ന് നോക്കാം. ഫാദിയ നെല്ലിക്കോത്ത്, ഫാത്തിമ സിയ കോഴിക്കോട്, സ്വാതി കൃഷ്ണ മലപ്പുറം. അപ്പോൾ ഈ 3 പേർക്ക് കൂടി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ എക്സ്ട്രാ ആയിട്ട് 4 ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 വീഡിയോസിൽ എല്ലാവരുടെ പേരും കൂടിയിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. അഥവാ നമുക്ക് അതൊന്ന് കിട്ടുന്ന ആൾ ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയ ആളാണെങ്കിൽ അത് മാറ്റി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ദിൽന കരുവാകുളകര, അങ്ങനെ എന്താണ് ഉള്ളത്, ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കിട്ടാത്തവർ വിഷമിക്കണ്ട, ഇനിയും ഇതേപോലെ ഒരുപാട് ഗിഫ്റ്റ് വരാനുണ്ട്. അപ്പോൾ പങ്കെടുക്കുക, എന്തായാലും ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടാൻ മറക്കില്ല.